അമ്മ പോയതറിയാതെ 3 കുഞ്ഞുങ്ങൾ. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ. പുറത്തേക്ക് വരാൻ പറ്റാതെ, തീറ്റ കിട്ടാതെ ദിവസങ്ങളായി അതിനകത്ത്. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഒരു ഉച്ച നേരത്തെ ഇതിൻ്റെ വീടിന് ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഭയങ്കര ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇറങ്ങി നോക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. അതാണ് നമ്മൾ കുട്ടികളെ ഇത്രയും നോക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിട്ട് നോക്കിയപ്പോൾ അതവിടെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനെ എടുത്ത് മറവ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ ഒച്ച കേട്ടതും. അതിനകത്ത് 1 മീറ്ററോളം അകത്താണ്. നമ്മൾ മാക്സിമം നോക്കി പറ്റാത്തതുകൊണ്ട് പാരൻസ് വിളിച്ച് പറഞ്ഞു. ഓഫീസിലെ ജീവനക്കാരാണ് കുഞ്ഞുങ്ങൾ പൊത്തിലിരിക്കുന്നത് ആദ്യം കണ്ടത്. എങ്ങനെയും പുറത്തെടുക്കണമെന്നായി പിന്നീട്. ആദ്യം അവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കണ്ടില്ലെന്ന് വെച്ച് പോകാനും തോന്നിയില്ല. പിന്നെ മനസ്സിൽ വന്നത് നമ്മുടെ കേരള ഫയർഫോഴ്സിനെയാണ്. അപ്പോഴേ 101 വിളിച്ചു. പോയി നോക്കിയപ്പോഴേ ഒരു 1.5 മീറ്റർ ഉള്ളിലായിട്ടാണ്, ഒരു ഹോളിന് ഉള്ളിലായിട്ടാണ് ഈ 2 ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. ഒരു വിലപ്പെട്ട ജീവനല്ലേ. ഞങ്ങൾ പല വഴികളും നോക്കിയിട്ടാണ് ഒരു സ്പൂണ് അതിനകത്ത് കെട്ടിവെച്ചിട്ട്, ഒരു പൈപ്പിനകത്ത് കെട്ടിവെച്ചിട്ട് ഒരു അരമണിക്കൂറോളം പണിപ്പെട്ടത് എടുത്തു. നമ്മുടെ ദേഹത്തോട്ട് ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം വളരെ സന്തോഷം തോന്നി. ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ തുടക്കക്കാരാണ് ഈ സർവീസിലോട്ട്. ആദ്യ ദിവസം 2 കുഞ്ഞുങ്ങളെയാണ് പൊത്തിൽ കണ്ടത്. അതിനെ സുരക്ഷിതമായി പുറത്തെടുത്ത് ഫോറസ്റ്റ് റെസ്ക്യൂ സംഘത്തിന് കൈമാറി. എന്നാൽ ഇന്നലെ വീണ്ടും പൊത്തിൽ നിന്ന് ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഒരു പൊന്മാൻ കുഞ്ഞിനെ കൂടി കണ്ടു. ആദ്യത്തേക്കാൾ പ്രയാസമായിരുന്നു ഇതിനെ രക്ഷിക്കാൻ. സമയമെടുത്ത് ഒരു പരിക്കു പോലും പറ്റാതെ അതിനെയും പൊത്തിന് പുറത്തെടുത്തു. പേടിച്ചിട്ടാണോ അതോ പുറത്തു വന്നതിന്റെ ആശ്വാസത്തിലാണോ കയ്യിൽ പതുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഫയർഫോഴ്സിനും നമ്മൾക്കുമൊക്കെ ഒരു സന്തോഷം. ഭൂമി ആസ്വദിക്കാൻ തുടങ്ങാത്ത ഈ 3 കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റിയതിന്റെ പങ്കാളിയായത്. ഈ പൊന്മാനെയും ഇനി പൊന്നുപോലെ നോക്കാം. 101 എന്ന നമ്പറിൽ കുത്തി വിളിക്കുമ്പോൾ ഏതൊരാൾക്കും ഒരു പ്രതീക്ഷയാണ്, ഒരു ആശ്വാസമാണ്. അവരൊരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ളത്. ഇനി ഈ പൊന്മാൻ കുഞ്ഞുങ്ങൾക്കും പറയാനുള്ളത് ആ കഥയാണ്. അവരെ രക്ഷിച്ചതും നമ്മുടെ കേരള ഫയർഫോഴ്സ് തന്നെയാണ്. ക്യാമറമാൻസ് MS സുജിത്തിനും സജീവ് കുമാറിനുമൊപ്പം ആതിര പുതുവയിലിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആതിര പുതുവയിലിൽ ചേരുന്നുണ്ട് തത്സമയം. ആതിര, ആ റിപ്പോർട്ടിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ അതും ഒരു വിലപ്പെട്ട ജീവനല്ലേ? അതെ, അതും ഒരു വിലപ്പെട്ട ജീവനാണ്. അങ്ങനെ വിലപ്പെട്ട 3 ജീവനുകൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങ് രക്ഷിച്ചെടുത്തു അല്ലേ? ഹിമ, ആ 3 പൊന്മാൻ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചത് നമ്മുടെ പൊന്മാനുകളാണ്, നമ്മുടെ കേരള ഫയർഫോഴ്സാണ്. ആ 3 കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആദ്യം 2 എണ്ണത്തിനെ കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പേരെ അവർ വന്ന് രക്ഷിച്ചു. അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. അത് നടക്കാൻ തുടങ്ങിയിട്ടില്ല, ഒരിടത്ത് ഇരിക്കുക മാത്രമേ ചെയ്തിരുന്നു. അപ്പം ആ ഒരു വടിയുടെ അറ്റത്ത് സ്പൂൺ കെട്ടി, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന തവി കെട്ടി അതിനകത്ത് എടുത്തു. വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 2ാമത്തെ ദിവസം വീണ്ടും ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴായിരുന്നു വീണ്ടും ഒരു പൊന്മാൻ കുഞ്ഞ് ആ പൊത്തിലിരിക്കുന്നത് കാണുന്നത്. അപ്പോഴേ അവർ വീണ്ടും ഫയർഫോഴ്സിനെ തന്നെ വിളിച്ചു. ഒരു ജീവനാണെങ്കിലും അത് വിലപ്പെട്ടതാണല്ലോ, പോട്ടെ ഇനിയും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് ഒന്നും കരുതിയില്ല. അപ്പോഴേ വിളിച്ചപ്പോഴും ഫയർഫോഴ്സിന് ഒരു മടിയില്ലായിരുന്നു. അവരും അപ്പോഴും തന്നെ എത്തി. ആദ്യത്തേനെക്കാട്ടി കുറച്ച് പ്രയാസമായിരുന്നു രണ്ടാമത്തെ ദിവസം ആ 3ാമത്തെ പൊന്മാൻ കുഞ്ഞിനെ എടുക്കാനുള്ളത്. കാരണം അത് നടക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ വെട്ടം അടിക്കുമ്പോഴും നമ്മുടെ വീഡിയോകളൊക്കെ കാണാം, വെട്ടം അടിക്കുമ്പോഴും ഇത് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എടുത്തതുപോലെ എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അങ്ങനെ അവർ ഫോഴ്സിന് വെള്ളം അടിച്ചു കൊടുത്തു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നും. ഇനി ഈ ഫോഴ്സിന് വെള്ളം അടിക്കുമ്പം ദിവസങ്ങൾ മാത്രം പ്രായമുള്ളതാണല്ലോ, അപ്പോൾ അത് ചത്തുപോകുമോ, അതിനെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അത് കണ്ടുകൊണ്ടെന്ന് നമ്മൾക്കും തോന്നിയിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു കുഴപ്പവും കൂടാണ്ട്, അതിന് ഒരു പരിക്ക് പോലും പറ്റാതെ അവർ സേഫായിട്ട് പുറത്തോട്ട് എടുത്തത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ 3 ജീവനുകളും രക്ഷിച്ചെടുക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു. ഒരു നല്ല കാഴ്ചയായിരുന്നു അത്. ശരി ആതിര.